ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മഴ കനത്തതോടെ കാലവർഷക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവുമായി താനൂർ നഗരസഭ ആരോഗ്യ വിഭാഗം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി മരങ്ങളാണ് നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ കടപുഴകി വീണത്. വീടിന് മുകളിൽ മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പനങ്ങാട്ടൂരിൽ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് അമ്മയ്ക്കും മകനും പരിക്ക് പറ്റിയിരുന്നു. ഈ വീട് ഭാഗികമായി തകർന്നു. വീടിന് മുകളിൽ വീണ മരങ്ങൾ നഗരസഭയിലെ ശുചിത്വ തൊഴിലാളികൾ മുറിച്ചു മാറ്റി. കടപുഴകി വീണ നിരവധി മരങ്ങളാണ് നഗരസഭാ തൊഴിലാളികൾ മുറിച്ചു മാറ്റിയത്. നഗരസഭാ തൊഴിലാളികൾക്ക് പുറമെ നഗരസഭയുടെ നേതൃത്വത്തിൽ മരം വെട്ടു തൊഴിലാളികളും മരങ്ങൾ മുറിച്ചു മാറ്റാൻ സഹായിച്ചു. സന്നദ്ധ സംഘടനകളും പ്രവർത്തനത്തിൽ പങ്കാളികളായി. നഗരസഭാ പരിധിയിലെ പൊതുസ്ഥലങ്ങളിൽ അപകടാവസ്ഥയിലുള്ളതായി റിപ്പോർട്ട് ചെയ്ത മരങ്ങൾ മിക്കതും നഗരസഭ നേരിട്ട് മുറിച്ചു നീക്കി. മുറിച്ചു നീക്കാത്ത മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി. അപകടാവസ്ഥയിലുള്ള സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി ലഭിച്ച പരാതികളിൽ പരിശോധന നടത്തി ബന്ധപ്പെട്ടവർക്ക് നഗരസഭ നോട്ടീസ് നൽകി. മഴയെത്തും മുമ്പേ നഗരസഭയിലെ മിക്ക അഴുക്കുചാലുകളും നഗരസഭാ തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് വൃത്തിയാക്കിയിരുന്നു. നഗരസഭ ശുചിത്വ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് ഒട്ടുംപുറം അഴിമുഖത്തെ മണൽത്തിട്ട മുറിച്ചു മാറ്റി പൂരപ്പുഴയിലെ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടത്. ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് പ്രവീൺ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ജനങ്ങൾക്ക് സഹായകമായി. കാലവർഷം എത്തും മുൻപേ നഗരസഭ ചെയർമാൻ റഷീദ് മോരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ യോഗവും സാനിറ്റേഷൻ യോഗവും പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിരുന്നു. വില്ലേജ് അധികൃതർ പ്രദേശങ്ങൾ സന്ദർശിച്ചു. നഷ്ടം കണക്കാക്കി റവന്യൂ വിഭാഗത്തിന് റിപ്പോർട്ട് കൈമാറും. അപകട സ്ഥലങ്ങൾ ചെയർമാന്റെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് 20 TV.